സ്വാഗതം. നവംബർ 17 വൃശ്ചികം 1 മണ്ഡലകാലം തുടങ്ങിയല്ലോ. വൃശ്ചികം 1 മുതൽ 41 ദിവസം വരെയുള്ള കാലമാണ് മണ്ഡലകാലമായി ആചരിക്കുന്നത്. മണ്ഡലകാലത്തെപ്പറ്റിയും മണ്ഡലകാല വ്രതത്തെപ്പറ്റിയും ഒരു അയ്യപ്പസ്വാമി എന്തൊക്കെ ചിട്ടകൾ പാലിക്കണമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നത്. ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും പുണ്യവുമായി വീണ്ടും ഒരു മണ്ഡലകാലം തുടങ്ങിയല്ലോ. മനുഷ്യ മനസ്സുകളിൽ ഭക്തിയുടെ നിറവും പേറി പാപമോക്ഷത്തിനായി പമ്പയാറിന്റെ നെറുകയിൽ മുങ്ങി 18-ാം പടി ചവിട്ടി തിരുദർശനം പുണ്യമാക്കുവാൻ സനാതനധർമ്മത്തിന്റെ ആചരണമാണ് വൃശ്ചികവ്രതം. വൃശ്ചികം 1 മുതൽ 41 ദിവസം വരെയുള്ള മണ്ഡലകാലത്താണ് ഇത് ആചരിക്കുന്നത്. അതുകൊണ്ട് ഇത് മണ്ഡലവ്രതമെന്ന് അറിയപ്പെടുന്നു. ശ്രീ ശബരിമല തീർത്ഥാടനത്തിനുള്ള വ്രതാനുഷ്ഠാനങ്ങളാണ് വൃശ്ചിക മണ്ഡലവ്രതമായി പറയുന്നത്. സമഭാവനയും സമത്വഭാവനയും ജീവിതത്തിൽ പകർത്താനുള്ള യത്നമാണ് വൃശ്ചിക വ്രതകാലത്ത് നടത്തുന്നത്. സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്ന ഭാരതീയമായ സംസ്കാരം ഉൾക്കൊള്ളാനും അതിനുള്ള ആചാരങ്ങൾ അനുവർത്തിക്കാനും ഉണ്ടാക്കിയ ശാസ്ത്രീയമായ ഒരു അനുഷ്ഠാനമാണിത്. ഞാനും നീയും ഒന്നു തന്നെ, നിന്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലുമുള്ള ആത്മചൈതന്യം ഒന്നു തന്നെ. പുരുഷാർത്ഥങ്ങൾ നേടാനും ശ്രേയസ്സും പ്രേയസ്സും കൈവരിക്കാനും മണ്ഡലവ്രതാനുഷ്ഠാനത്തിലൂടെ കഴിയും. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി ക്ഷേത്രദർശനം നടത്തുന്നു. ആഹാരത്തിന് നിയന്ത്രണം വരുത്തുന്നു. ഈശ്വരീയമായ ജീവിതവൃത്തികളാണ് പാലിക്കേണ്ടത്. ഇന്ദ്രിയഗോചരമല്ലാത്ത സംസ്കാരം ഉൾക്കൊള്ളാനായി മനസ്സിലാക്കാനായി പ്രതീകങ്ങളെ ആശ്രയിക്കുക പതിവുണ്ട്. അതുകൊണ്ടാണ് വിഗ്രഹാരാധനയും വസ്ത്രധാരണത്തിനുള്ള മാറ്റവും മാലയിടവും മാല ധരിക്കുന്നതുമെല്ലാം. അനന്തതയുടെ നിറമാണ് നീല, ഒരർത്ഥത്തിൽ ഈശ്വരന്റെ നിറവും. അതുകൊണ്ടാണ് ശബരിമല വ്രതാനുഷ്ഠാന കാലത്ത് നീല വസ്ത്രം ധരിക്കുന്നത്. മനുഷ്യ സഹജമായി മനസ്സിൽ തോന്നുന്ന എല്ലാ ദേഷ്യവും കുശുമ്പും കുന്നായ്മയും മാറ്റിവെച്ച് എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുന്ന പുണ്യകാലമാണിത്. സകല വസ്തുക്കളിലും ഈശ്വരനെ ദർശിക്കുന്നത് കൊണ്ട് ഭക്തനും ഈശ്വരനും ഒന്നായി മാറുന്നു. അതുകൊണ്ടാണ് ഒരു തീർത്ഥാടകൻ മറ്റൊരു തീർത്ഥാടകനെ അയ്യപ്പനെന്നും സ്വാമി എന്നും വിളിക്കുന്നത്. കലിയുഗവരദനായ ശാസ്താവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനും എല്ലാം ഒന്നാണ്. അവിടെ ജാതി മത ചിന്തകൾക്ക് സ്ഥാനമില്ല. ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ ദർശിക്കാൻ ആദ്യം അയ്യപ്പമുദ്ര മാല അണിയുന്നു. ഇതിനെ അയ്യപ്പ ദീക്ഷ എന്ന് പറയുന്നു. അതിനുശേഷം ഭക്തൻ സ്വാമി അല്ലെങ്കിൽ അയ്യപ്പൻ എന്നറിയപ്പെടുന്നു. ഭക്തൻ ദൈവതുല്യതനായാൽ എല്ലാ ജീവജാലങ്ങളെയും സമമായി കാണണം. ആ കാലഘട്ടം വളരെ കർശനമായ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. സുഖഭോഗങ്ങൾ ഉപേക്ഷിച്ച് ഋഷിതുല്യമായ ജീവിതമാണ് ഭക്തർ നയിക്കേണ്ടത്. 41 ദിവസത്തെ വ്രതമെടുത്ത് ശബരിമല ശാസ്താവിനെ ദർശിക്കുന്നതാണ് ഉത്തമം. ദുരിതപൂർണമായ പ്രശ്നങ്ങളിൽ പെട്ടറിയുന്നവർക്കും ജീവിത വിജയത്തിനും ഏറ്റവും നല്ല മാർഗമാണ് അയ്യപ്പ ഭജനം. സൂര്യോദയത്തിന് മുൻപ് സ്നാനം ചെയ്യുക. മുടിവെട്ടാനോ ക്ഷൗരം ചെയ്യാനോ പാടില്ല. ബ്രഹ്മചര്യം കർശനമാണ്. സസ്യാഹാരമേ പാടുള്ളൂ. പഴയതുണ്ടാക്കിയ അധിക സമയം കഴിഞ്ഞതുമായ ആഹാര വസ്തുക്കൾ ഉപയോഗിക്കരുത്. മത്സ്യമാംസാദികൾ വർജിക്കണം. മദ്യമോ മറ്റു ലഹരി വസ്തുക്കളോ ഉപയോഗിക്കാൻ പാടില്ല. ദിനവും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം. വ്രതം ആരംഭിക്കേണ്ടത് ഇങ്ങനെ: ഏറ്റവും യോഗ്യനായ ആചാര്യനിൽ നിന്ന് നേരത്തെ തന്നെ ഉപദേശാനുജ്ഞങ്ങൾ വാങ്ങി വ്രതമെടുക്കുന്നതാണ് നല്ലത്. ബ്രഹ്മചാരി ഭാവത്തിലുള്ള പ്രതിഷ്ഠ ആയതിനാൽ ബ്രഹ്മചര്യവ്രതത്തിനാണ് പരമപ്രാധാന്യം. ഒരു മണ്ഡലകാലമായ 41 ദിവസമാണ് വ്രതമെടുക്കേണ്ടത്. വൃശ്ചികം 1 മുതൽ ധനു 11 വരെയാണ് ഒരു മണ്ഡലകാലം. പൊന്നും 18-ാം പടി ചവിട്ടുന്നവർക്ക് മാത്രമാണ് 41 ദിവസത്തെ വ്രതം അനുശാസിക്കുന്നത്. മാല ഇടേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. വ്രതത്തിന്റെ ആദ്യപടി മാല ഇടൽ ആണ്. വൃശ്ചികം 1 മാല ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്ന് അത് പ്രയാസമാണെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന്, അതുമല്ലെങ്കിൽ ഗുരുസ്വാമിയിൽ നിന്ന് പൂജാമുറിയിൽ വെച്ചോ മാലയിടാം. അതിരാവിലെ ഉണർന്ന് പ്രഭാതകൃത്യങ്ങൾ ചെയ്ത് കുളിച്ച് അലക്കി തേച്ച അല്ലെങ്കിൽ പുതുവസ്ത്രമണിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തി ഗണപതിക്ക് തേങ്ങ ഉടച്ച ശേഷമേ മാലയിടാവൂ. മുദ്ര ധരിക്കൽ എന്നും മാലയിടുന്നത് പറയാറുണ്ട്. തുളസി മാലയാണ് ഉത്തമം. രുദ്രാക്ഷമാലയും ധരിക്കാം. അയ്യപ്പ ഭഗവാന്റെ മുദ്രയുള്ള മാല വേണം ധരിക്കാൻ. ശനിയാഴ്ചയോ 1-ാം തീയതിയോ ഭഗവത് പ്രീതികരമായ കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ ധരിച്ച് മുദ്ര ധരിക്കണം.
ആ സമയത്ത് അറിയാതെയോ അറിഞ്ഞോ ചെയ്തോ പറഞ്ഞതോ ചിന്തിച്ചതോ ആയ തെറ്റുകൾക്ക് ഭഗവാനോട് ക്ഷമ ചോദിക്കണം. വ്രത അനുഷ്ഠാനങ്ങളെപ്പറ്റി പറയാം. സൂര്യോദയത്തിന് മുൻപ് സ്നാനം ചെയ്യുക. മുടി വെട്ടാനോ ക്ഷൗരം ചെയ്യാനോ പാടില്ല. ബ്രഹ്മചര്യം കർശനമാണ്. സസ്യാഹാരമേ പാടുള്ളൂ. മാല ധരിച്ചു കഴിഞ്ഞാൽ കഴിവതും ഭഗവത് നാമവും ഭഗവത് കാര്യങ്ങളും മാത്രം ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇന്നത്തെ സാഹചര്യത്തിൽ അത് സാധ്യമല്ലാത്തതിനാൽ കുറഞ്ഞത് പരദൂഷണം പറയാതിരിക്കുകയോ പരദോഷം ചിന്തിക്കാതിരിക്കുകയോ എങ്കിലും ചെയ്യുക. മത്സ്യം, മാംസം, മുട്ട, പഴകിയ ഭക്ഷണം, മറ്റുള്ളവർ കഴിച്ചതിൻ്റെ ബാക്കി ഇവ കഴിക്കരുത്. മദ്യമോ മറ്റു ലഹരി വസ്തുക്കളോ ഉപയോഗിക്കാൻ പാടില്ല. അന്യ വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം ഒഴിവാക്കണം. ബ്രഹ്മചര്യം നിർബന്ധമാണ്. ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധമാണെങ്കിലേ വ്രതം പൂർണ്ണമാകുള്ളൂ. 18 പടി ചവിട്ടാൻ വ്രതം എടുക്കുന്നവർ ആരായാലും അവർ അയ്യപ്പൻ തന്നെയാണ്. അതിനാലാണ് അവരെ സ്വാമി എന്ന് വിളിക്കുന്നത്. സ്ത്രീകളാണ് മാളികപ്പുറം എന്ന് വിളിക്കാം. അതിനാൽ അവരുടെ വാക്കും നോക്കും പ്രവൃത്തിയും സ്വയം അയ്യപ്പനാണെന്ന ചിന്തയോടെ വേണം. ആരോടെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പും പിമ്പും സ്വാമി ശരണം എന്ന് പറയുന്നത്